വിമർശനമാണ് ഉന്നയിച്ചിരിക്കുന്നത്. പ്രായോഗികമല്ലാത്ത ബജറ്റ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്, വിശ്വാസ്യതയില്ലാത്ത കണക്കുകൾ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ആളെ പറ്റിക്കലോ ഇത്ര മണിക്കൂർ നേരം മന്ത്രി കെ എൻ ബാലഗോപാൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്? അല്ല, എന്താണ് സംശയം? ഈ ജയറാമിന്റെ ഒരു സിനിമയുണ്ട്, സ്വപ്ന ലോകത്തെ ബാലഭാസ്കർ എന്ന് പറഞ്ഞ കണക്കിനാണ് ബാലഗോപാലിന്റെ ഇന്നത്തെ അവസ്ഥ. അദ്ദേഹം ഇങ്ങനെ സ്വപ്ന ലോകത്ത് നിന്നുകൊണ്ട് എന്തൊക്കെയോ പ്രഖ്യാപിച്ചു പോവുകയാണ്. ഒരു സമ്പൂർണ്ണ ബഡ്ജറ്റ് എന്ന കണക്കിന് ഒരു രാഷ്ട്രീയ പ്രസംഗ വേദിയായി അദ്ദേഹം ഇതിനെ മാറ്റി. അടുത്ത 2 മാസം കഴിഞ്ഞു വരുന്ന ഗവൺമെന്റിന്റെ പെടലിക്ക് വെച്ചു കൊടുക്കാൻ പറ്റുന്ന എല്ലാ ബേർഡൻസും വെച്ചു കൊടുക്കുകയും കഴിഞ്ഞ 10 വർഷക്കാലമായി ഇവർ നടത്തിക്കൊണ്ടിരുന്ന സമ്പൂർണമായും പരാജയപ്പെട്ട സാമ്പത്തിക രംഗം, ആ രംഗത്തിന്റെ ഭാരം കൂടി അടുത്ത ഗവൺമെന്റിന്റെ പെടലിക്ക് വെച്ചു കൊടുക്കാനുള്ള ശ്രമമാണ് നടന്നിരിക്കുന്നത്. നോക്കൂ, എന്താണ് കേരളത്തിന്റെ നേർ സാക്ഷ്യം? നമ്മളുടെ മുമ്പിൽ അതുണ്ട്. അത് സപ്ലൈകോയിൽ പൂച്ചയും സപ്ലൈകോയിൽ എലിയും ഖജനാവിൽ പൂച്ചയും പറ്റി കിടക്കുന്ന അവസ്ഥയാണ്. സപ്ലൈകോയിൽ സാധനങ്ങളുണ്ടോ? റേഷൻ കടയുടെ അവസ്ഥ എന്താ? അവിടെ പുതുതായി കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ വന്നിരിക്കുന്ന പിണറായിയുടെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫോട്ടോ വെച്ച ഒരു ഫ്ലക്സ് ആണ്. എന്നിട്ട് അതിനെ കെ സ്റ്റോർ എന്നാക്കി, അതായത് റേഷൻ കടയുടെ പേര് മാറ്റി കെ സ്റ്റോർ എന്നാക്കി. അങ്ങനെ കെ സ്റ്റോർ ആക്കിയപ്പോൾ പുതുതായി അവിടെ കുറച്ച് അരിയും മണ്ണെണ്ണയെങ്കിലും വരും എന്ന് എല്ലാവരും പ്രതീക്ഷയില്ലേ. പക്ഷെ അവിടെ വന്നത് ആകപ്പാടെ പിണറായിയുടെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഫ്ലക്സ് മാത്രമാണ്. അതാണ് കേരളത്തിന്റെ നേർസാക്ഷ്യം. ഇനി സമ്പൂർണ്ണ വികസനം എന്നാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ സമ്പൂർണ്ണ വികസനത്തിൽ ആരൊക്കെ ഉൾപ്പെടണം? അരികുവൽക്കരിക്കപ്പെട്ടവർ ഉൾപ്പെടണം. ആദിവാസി വിഭാഗങ്ങളുടെ വികസനവുമായി ബന്ധപ്പെട്ട എന്താണ് സർക്കാരിന്റെ നിലപാട്? ബഡ്ജറ്റിൽ പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. SC/STക്ക് 3500 കോടി മാറ്റിവെച്ചു എന്ന് പറയുമ്പോൾ ആ 3500 കോടിയിൽ കഴിഞ്ഞ തവണ വെട്ടിച്ചുരുക്കിയ 612 കോടി ഉൾപ്പെടുമോ? കഴിഞ്ഞ തവണ ഉപയോഗിക്കാതെ പോയ ഏതാണ്ട് 30-35% വരുന്ന ലാപ്സാക്കി കളഞ്ഞ ഫണ്ട് അത് ഉൾപ്പെടുമോ? DA ഈ മാസം കൊടുത്തു തീർക്കുമെന്ന് പറഞ്ഞു. അതായത് സർക്കാർ ജീവനക്കാര് എന്ന് പറയുന്നത് ഒരു വലിയ വോട്ട് ബാങ്ക് ആണ്. സാമുദായിക വിഭാഗങ്ങളൊക്കെ പോലെ സർക്കാർ ജീവനക്കാർ, പെൻഷനേഴ്സ് എന്ന് പറയുന്ന ഒരു വലിയ വോട്ട് ബാങ്ക് ആണ്. അവരെ സംതൃപ്തിപ്പെടുത്തി അവരുടെ വോട്ട് കളക്ട് ചെയ്യാന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പേ കമ്മീഷനും DA കുടിശ്ശിക കൊടുത്തു തീർക്കാനും തീരുമാനിച്ചിരിക്കുന്നത്. പേ കമ്മീഷൻ 2024 പ്രഖ്യാപിച്ചിരുന്നുവെങ്കിൽ ഇതാ കഴിഞ്ഞ മാസം പുതിയ പേ സ്കെയിൽ അനുസരിച്ച് ശമ്പളം കിട്ടേണ്ടതാണ് ആർക്ക്? ഈ സർക്കാർ ജീവനക്കാർക്ക് അല്ലെങ്കിൽ പേ കമ്മീഷന്റെ കീഴിൽ വരുന്നവർക്ക്. പക്ഷെ എന്താണ് ഉണ്ടായത്? ഇപ്പോൾ പേ കമ്മീഷൻ പ്രഖ്യാപിക്കുമ്പോൾ ഇനി ആ പേ കമ്മീഷൻ വരികയും അതിന്റെ സജഷൻസ് പുതിയ ഗവൺമെന്റിന് സമർപ്പിക്കുകയും അത് പ്രാബല്യത്തിൽ വരികയും വേണം. അങ്ങനെ പ്രാബല്യത്തിൽ വരുമ്പോൾ 3-4 വർഷം മുമ്പോട്ട് പോകും. അതായത് 4 വർഷത്തെ പിറകോട്ടടിയാണ് പേ കമ്മീഷനുമായി ബന്ധപ്പെട്ട് സർക്കാർ ജീവനക്കാരുടെ കാര്യത്തിൽ ഈ സർക്കാർ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി DA കൊടുക്കുന്നു എന്ന് പറയുന്നു. DA ഏത് മാസത്തെയാണ് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്? 1,25,000 കോടി രൂപയുടെ DA കുടിശ്ശികയാണ് ഈ സർക്കാരിന്റെ കയ്യിലുള്ളത്. അത് കൊടുത്ത് തീർക്കുമോ അതോ കഴിഞ്ഞ മാസത്തെയും ഈ മാസത്തെയും കൊടുത്ത് ഒരു പാച്ചപ്പ് വർക്കാണോ സർക്കാർ നടത്താൻ ഉദ്ദേശിക്കുന്നത്? അതിനെപ്പറ്റി പറഞ്ഞിട്ടില്ല. ഇനി VS അച്യുതാനന്ദൻ സ്മാരകത്തിന് പൈസ കൊടുത്തു എന്ന് പറയുന്നു. സഹാവ് VS ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ പോരാടിയത് ഈ പറയുന്ന വന്യജീവി ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഹൈറേഞ്ച് ജനതയ്ക്ക് വേണ്ടിയാണ് എന്നാണ് ഇവർ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് ഈ സർക്കാർ മാറ്റിവെച്ചിരിക്കുന്ന എത്ര കോടി രൂപയാണ് ഈ ബഡ്ജറ്റിൽ? അത് 200 കോടി രൂപ മാത്രമാണ്. നോക്കൂ, അത് എത്ര ശതമാനം കഴിഞ്ഞ തവണ ഉപയോഗിച്ചു എന്നത് പ്രധാനപ്പെട്ട കാര്യമല്ലേ? കഴിഞ്ഞ തവണ ഉപയോഗിച്ചത് 42%. വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട 100 കണക്കിനേറെ ജീവനുകൾ പൊലിയുന്ന ഒരു സംസ്ഥാനത്ത് ഒരു സർക്കാർ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച തുകയുടെ 42% മാത്രമാണ് ഉപയോഗിച്ചത്. ഇപ്പോഴും വയനാട്ടിൽ ആനക്കടവുകൾ പണിയാനുണ്ട്, തേക്കടി ഫെൻസിങ്ങുകൾ നടത്താനുണ്ട്. അങ്ങനെ വന്യ സ്ഥലങ്ങളുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവരുടെ അടുത്ത് ഇലക്ട്രിക് ഫെൻസിങ്ങുകൾ സർക്കാർ എന്തുകൊണ്ടാണ് ഇതുവരെ സമ്പൂർണ്ണവൽക്കരിക്കാൻ സാധിച്ചിട്ടില്ലാത്തത്? കഴിഞ്ഞ 10 വർഷക്കാലത്തെ 10 ബഡ്ജറ്റിലും മിനിമം ഓൺ ആൻ ആവറേജ് 30 കോടി രൂപ വീതം ഈ സർക്കാർ അതിനുവേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട്. കേന്ദ്രം അനുവദിച്ച 400 കോടി രൂപ വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ബഡ്ജറ്റിൽ അനുവദിച്ച 400 കോടി രൂപ ഫുള്ള് ലാപ്സായി. 1 രൂപ പോലും ഉപയോഗിക്കാത്ത ലാപ്സായി എന്നാണ് കണക്കുകൾ നമ്മുടെ മുമ്പിൽ ഉള്ളത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് എന്താണ് ഇവർ ഉത്തരം? ഇനി KM മാണി സ്മാരകത്തിന് 25 കോടി രൂപയോ 30 കോടി രൂപയാണ് കഴിഞ്ഞ ദിവസം മാറ്റിവെച്ചു. അതേ KM മാണി സാർ UDFന്റെ ഭാഗമായി നിൽക്കുമ്പോൾ ഞങ്ങൾ പ്രഖ്യാപിച്ച 2 വൻകിട പദ്ധതികളുണ്ട്, ഞങ്ങളുടെ അഭിമാന പദ്ധതികൾ. ഒന്ന് റബ്ബർ ബെനവലന്റ് ഫണ്ടാണ്. അങ്ങനെ റബ്ബർ ബെനവലന്റ് ഫണ്ട് പ്രഖ്യാപിച്ചുകൊണ്ട് ഞങ്ങൾ അധികാരത്തിൽ നിന്ന് പോകുന്നതിന് മുമ്പ് 2015 കാലത്ത് 150 രൂപ റബ്ബറിന് ഞങ്ങൾ ഒരു മിനിമം റേറ്റ് ഫിക്സ് ചെയ്തിരുന്നു. 150 രൂപയിൽ താഴെ 1 കിലോ റബ്ബറിന് പോയാൽ റബ്ബർ ബെനവലന്റ് ഫണ്ട് വഴി ആ പൈസ സർക്കാർ കൊടുക്കുന്നതായിരുന്നു പദ്ധതി. കഴിഞ്ഞ 10 വർഷക്കാലം അത് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടോ? എത്ര തവണയാണ് അത് ബ്ലോക്കായത്? അത് ബ്ലോക്കായി എന്ന് മാത്രമല്ല, ഇവർ അധികാരത്തിൽ വരുമ്പോൾ 1ാം പിണറായി ഗവൺമെന്റ് ആണ് കേട്ടോ, 2 അല്ല.
ഒന്നാം പിണറായി ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ 250 രൂപയാക്കും റബ്ബറിന് എന്നായിരുന്നു വാഗ്ദാനം. ഇന്ന് ആ ബെനവലന്റ് ഫണ്ട് വെറും 150 രൂപയിൽ നിന്ന് 200 ആക്കി. വെറും 50 രൂപ മാത്രമാണ് കൂട്ടാൻ 10 വർഷം കൊണ്ട് കൂട്ടാൻ സാധിച്ചത്. റബ്ബർ കർഷകരുടെ വയറ്റിൽ തടിക്കുന്ന പരിപാടിയാണ് കാണിച്ചിരിക്കുന്നത്. ഇനി കാരുണ്യ ബെനവലന്റ് ഫണ്ട് എത്ര 1200 കോടി രൂപയുടെ കുടിശ്ശിക കാരുണ്യ ബെനവലന്റ് ഫണ്ടുമായി ബന്ധപ്പെട്ടുണ്ട്. ഇന്ന് ഡോക്ടർ ബാലഗോപാൽ പറഞ്ഞു, അപകട മരണങ്ങളിൽ പെടുന്നവർ, അപകടങ്ങളിൽ പെടുന്നവർ, റോഡ് ആക്സിഡന്റുകളിൽ പെടുന്നവർ, അങ്ങനെയുള്ളവർക്ക് എന്ത് കൊടുക്കും? 5 ദിവസം സൗജന്യ ചികിത്സ കൊടുക്കും. എവിടെ കൊടുക്കും? അതിന് ഉത്തരം പറയണ്ടേ? സ്വകാര്യ ആശുപത്രികളിൽ കാരുണ്യ കാർഡുമായി പോകുന്നവർക്ക് ഇന്ന് ചികിത്സ കിട്ടുന്നില്ല. ഇവർ പ്രഖ്യാപിക്കുന്നതേ ഉള്ളൂ. ഇപ്പൊ ഞാനോ അങ്ങോ ഒരു ആക്സിഡന്റുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും പ്രൈവറ്റ് ആശുപത്രിയിൽ ചെന്നിട്ട് ഇതേ ബാലഗോപാലേട്ടൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഞങ്ങൾക്ക് ഫ്രീ ചികിത്സ വേണം എന്ന് പറഞ്ഞാൽ കിട്ടുമോ? കിട്ടില്ല. അപ്പൊ ആശുപത്രികൾ ഒരു കണക്കിന്റെ ലിസ്റ്റ് നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരും. നോക്കൂ, കഴിഞ്ഞ 10 വർഷക്കാലമായി സർക്കാർ തരാനുള്ള പൈസയാണത്. എവിടെ നിന്ന് എടുത്തു കൊടുക്കും? അപ്പൊ സർക്കാർ ഇതുവരെ സ്വകാര്യ ആശുപത്രികൾക്ക് പാച്ചപ്പ് ചെയ്യേണ്ട ഈ കാരുണ്യ ബെനവലന്റ് ഫണ്ട് അടക്കമുള്ളതുമായി ബന്ധപ്പെട്ട് കൊടുക്കേണ്ട പൈസ കൊടുത്തിട്ടില്ല. അത് കൊടുക്കാത്തടത്തോളം പുതിയ പദ്ധതി പ്രഖ്യാപിച്ചിട്ട് ഇവർക്ക് ഫ്രീ ചികിത്സ കൊടുത്തേക്ക് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും സ്വകാര്യ ആശുപത്രികൾ നമുക്ക് ചികിത്സ നൽകുമോ? ഇനി സർക്കാർ ആശുപത്രികളിൽ എന്താണ് അവസ്ഥ? പാരസിറ്റാമോൾ പോലും ഡേറ്റ് കഴിഞ്ഞത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പാരസിറ്റാമോൾ വിതരണം ചെയ്തവന് പോലും 6 മാസത്തെ പൈസ കൊടുക്കാനുണ്ട്. അത് അടുത്ത മാസം തൊട്ട് വിതരണം നിലയ്ക്കുമോ എന്ന അവസ്ഥയിലാണ് നിൽക്കുന്നത്. അതായത് പൂർണാർത്ഥത്തിൽ സർക്കാരിന്റെ ഖജനാവിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 1 ഡസൻ പൂച്ചകൾ പെറ്റ് കിടക്കുകയാണ്. എന്നിട്ട് നമ്മളോട് പറയും എന്റെ മുണ്ട് മുറുക്കി ഉടുക്കണം, സാമ്പത്തിക അച്ചടക്കം വേണം എന്നൊക്കെ പറഞ്ഞിട്ട് മുഖ്യമന്ത്രിക്ക് മാസം മാസം കാറുമാറും. മുഖ്യമന്ത്രിയുടെ വീടിന് മറ്റേ സ്വിമ്മിംഗ് പൂൾ പണിയുക, ഒരു 1ാം നിലയിൽ നിന്ന് 2ാം നില, ഈ 2 നില മാത്രമേ ഉള്ളൂ കേട്ടോ. ആ 2ാം നിലയിലേക്ക് പോകാൻ ലിഫ്റ്റ് പണിയുക 25 ലക്ഷം രൂപ. പശുത്തൊഴുത്തിൽ മ്യൂസിക് സിസ്റ്റം വെക്കാൻ, പശുത്തൊഴുത്ത് പണിയുന്ന പോട്ടെ, അവിടെ മ്യൂസിക് സിസ്റ്റം പണിയാൻ 50 ലക്ഷം രൂപ. മുഖ്യമന്ത്രിയുടെ കാറ് ഓരോ മാസവും മാറിക്കൊണ്ടിരിക്കാൻ വേണ്ടി കോടിക്കണക്കിന് രൂപ ഇങ്ങനെ പ്രഖ്യാപിക്കുകയാണ്. അത് ധനാഢ്യന്മാരുടെ ദൂർത്ത് നടത്തുകയാണ് സർക്കാർ. ആ ദൂർത്ത് നടത്തുന്ന അതേ സമയത്ത് സാധാരണക്കാരായുള്ള ജനങ്ങൾ, പട്ടിണി കിടക്കുന്നവർ, അങ്ങനെയുള്ളവരോട് പറയാണ് എന്ത് ചെയ്യാം, ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഏത് ഈ സംസ്ഥാനത്ത് അതിദരിദ്രരൊന്നുമില്ല, അതുകൊണ്ട് നിങ്ങളൊന്നും ദരിദ്രരല്ല, നിങ്ങളെല്ലാം അടിപൊളിയായിട്ടാണ് ജീവിക്കുന്നത്, നിങ്ങളുടെ കയ്യിൽ നിന്ന് വല്ല പൈസ ഉണ്ടെങ്കിൽ അതുകൂടെ സർക്കാരിന് തന്നേക്ക് എന്ന് പറയുന്ന അവസ്ഥയാണ്. അതിദരിദ്രരില്ലാത്ത കേരളം ഇവർ പ്രഖ്യാപിച്ചില്ലേ, കൊട്ടിഘോഷിച്ചില്ലേ? ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ അങ്ങോ നിങ്ങളുടെ കോട്ടയത്തോ എറണാകുളത്തുള്ള ക്യാമറമാനോട് എന്റെ ഒപ്പം വരാൻ പറഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. ഈ പറയുന്ന ഫ്ലെക്സ് വലിച്ചു കെട്ടി അതിന്റെ കീഴിൽ താമസിക്കുന്നവരെ സർക്കാരിന് കാണിച്ചു കൊടുക്കാം. എത്ര തവണ നമ്മളൊക്കെ കാണിച്ചു കൊടുത്തു. എന്നിട്ട് ഇവര് പറയാം അതിദരിദ്രരില്ലാത്ത കേരളമാണ്. ഇവരൊന്നും ദാരിദ്ര്യത്തിലല്ല. അതായത് പിണറായി വിജയന്റെ ഏതെങ്കിലും പരിപാടിയുടെ ഫ്ലെക്സ് എടുത്തു വെച്ച് അത് വലിച്ചു കെട്ടി മഴവെള്ളം വീഴാതെ വെയിലടിക്കാതെ കടന്നുറങ്ങുന്നവൻ പോലും അതിദാരിദ്ര്യത്തിൽപ്പെട്ടവരല്ല എന്നാണ് സർക്കാർ പറയുന്നത്.